ഹൈ CUT ആസ്പിറൻസ്. സോ ഫൈനലി നമ്മുടെ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പോർട്ടൽ ഓപ്പൺ ആയിട്ടുണ്ട്. സോ BHUവിൻ്റെ 2025 അഡ്മിഷൻ പോർട്ടൽ എന്ന് പറയുന്നത് CUT ബേസിസിലായിരിക്കും. അതെല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. CUTയിൽ രജിസ്റ്റർ ചെയ്താൽ മാത്രം പോരാ, BHUവിൻ്റെ വെബ്സൈറ്റിലും പോയിട്ട് നിങ്ങൾ നിങ്ങളുടെ ക്രെഡൻഷ്യൽസ് കൊടുത്ത് രജിസ്റ്റർ ചെയ്താൽ മാത്രമേ BHUവിൻ്റെ അലോട്ട്മെന്റ് ലിസ്റ്റിൽ നിങ്ങളെ കൺസിഡർ ചെയ്യത്തുള്ളൂ. സോ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ജൂലൈ 31, 2025 വരെയാണ് ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടുള്ളത്. ജൂലൈ 31 മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ രജിസ്ട്രേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ മറ്റൊരു കാര്യം ഒരു പ്രത്യേകം പറയുന്നുണ്ട്, അവിടെ ഹോണേഴ്സ് ഡിഗ്രി ഉണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സയൻസ് ഡിഗ്രി എടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അവിടെ ബാച്ചിലർ ഓഫ് സയൻസ് ഇൻ ഹോണേഴ്സ് എടുക്കുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു മേജർ സബ്ജക്ട്സും മൈനർ സബ്ജക്ട്സും കാണും. അതും നിങ്ങൾ ചൂസ് ചെയ്യേണ്ടതായിട്ട് അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് bhu.ac. എന്ന വെബ്സൈറ്റ് വഴി ലഭിക്കുന്നതാണ്. അത് മാത്രമല്ല, ഈ വെബ്സൈറ്റിൽ പോയാൽ, ദാറ്റ് ഈസ് bhuqvet.samarth.ac.in, ഈ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് പ്രോപ്പർ ആയിട്ടുള്ള അഡ്മിഷൻ ഗൈഡ് ലൈൻസ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കൃത്യമായി വായിച്ചിട്ട് നോക്കാൻ സാധിക്കും. കാരണം നിങ്ങൾ ക്യുവറ്റിൻ്റെ ബേസിലുള്ള കോഴ്സുകൾ ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങളവിടെ ശ്രദ്ധിക്കണം. ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ കോഴ്സുകൾക്ക് ഏജ് ക്രൈറ്റീരിയ ഉണ്ട്. അപ്പോൾ ചില ഏജ് ക്രൈറ്റീരിയയിൽ നിങ്ങൾ അതിൽ ഫുൾഫിൽ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ഏജ് ക്രൈറ്റീരിയ കൂടെ നോക്കിയിട്ട് മാത്രമേ അതിൽ നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യാൻ പാടുള്ളൂ. അതിനുവേണ്ടിയാണ് അഡ്മിഷൻ ഗൈഡ് ലൈൻസ് വായിക്കണമെന്ന് പറയുന്നത്. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ NTA ആപ്ലിക്കേഷൻ നമ്പർ, നിങ്ങൾ ക്യുവറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ നിങ്ങൾ അവിടെ കൊടുക്കണം. ക്യുവറ്റിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ വഴി നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽസ് അവർ ഓൾറെഡി ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യും. അതായത് നിങ്ങൾ ക്യുവറ്റിൽ കൊടുത്തിരിക്കുന്ന ബേസിക് ഡീറ്റെയിൽസ് ഒക്കെ അവർ ഓട്ടോ പോപ്പുലേറ്റ് ചെയ്യും. ബാക്കി കോഴ്സും കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾ അവിടെ ഇൻപുട്ട് ചെയ്യേണ്ടതായിട്ട് വരിക. അപ്പോൾ നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കയ്യിൽ 10th മാർക്ക് ഷീറ്റ്, 12th മാർക്ക് ഷീറ്റ്, ബർത്ത് സർട്ടിഫിക്കറ്റ്, കാറ്റഗറി സർട്ടിഫിക്കറ്റും എന്തെങ്കിലും റെലവൻറ്റ് ഡോക്യുമെന്റ്സ് ഉണ്ടെങ്കിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ സ്കാൻഡ് കോപ്പി ആയിട്ട് കയ്യിൽ വെക്കണം. കാരണം ഇത് അപ്ലോഡ് ചെയ്യേണ്ടതായിട്ട് വരും. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ പറഞ്ഞ bhuqvet.samarth.ac. എന്ന വെബ്സൈറ്റിൽ കയറിയാൽ അഡ്മിഷൻ ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞൊരു പോർഷൻ ഉണ്ട്. അവിടെ കയറി നിങ്ങൾക്ക് കോഴ്സുകളെ കുറിച്ച് അറിയാൻ സാധിക്കും. ഒരു എക്സ്ട്രാ കാര്യം കൂടെ പറയുകയാണ്, നിങ്ങൾ ഒരു നീറ്റ് ആസ്പിറൻ്റ് ആണ്, ക്യുവറ്റ് എക്സാം എഴുതിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാരാമെഡിക്കൽ കോഴ്സുകളിലേക്ക് അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ 2 പാരാമെഡിക്കൽ കോഴ്സുകൾ നിങ്ങൾക്ക് ക്യുവറ്റിൻ്റെ ബേസിൽ PCBയോ PCMO ചൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അങ്ങനെ 2 കോഴ്സുകളുണ്ട് അവിടെ. BSc ഹോണേഴ്സ് ഇൻ മെഡിക്കൽ റേഡിയോ ടെക്നോളജി ആൻഡ് ഇമേജിംഗ് എന്ന് പറഞ്ഞ 2 പ്രധാനപ്പെട്ട, റേഡിയോ തെറാപ്പി എന്ന് പറഞ്ഞ 2 കോഴ്സുകളാണ് ഉള്ളത്. അപ്പോൾ അതും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. പിന്നെ അഗ്രികൾച്ചർ കോഴ്സ് ഉണ്ട്, BSc അഗ്രികൾച്ചർ കോഴ്സ്. ഐക്കറിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ BSc അഗ്രികൾച്ചർ കോഴ്സ് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സിറ്റിയാണ് BHU എന്ന് പറയുന്നത്. അപ്പോൾ അതും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ജൂലൈ 31 വരെയാണ് ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുക. അതിന് മുമ്പ് തന്നെ നിങ്ങൾ എല്ലാം രജിസ്ട്രേഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്.